രാവും പകലും മാറി മാറി വരുന്നത് പോലെ മനുഷ്യജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരാറുണ്ട്. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളാകുന്ന സംഭവങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്തപ്പെടാറുണ്ട്. എന്നാൽ സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം, സുഖകാലത്ത് സുഖമായിരിക്കാം, അനർത്ഥകാലത്ത് ചിന്തിച്ചുകൊള്ളുക. അതെ, ദൈവവചനം പറയുന്നു, അനർത്ഥകാലത്ത് നാം ചിന്തിച്ചു കൊള്ളണം. എന്ത് കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുന്നു, കഷ്ടങ്ങൾ വരുന്നു, നാം പ്രയാസത്തിലകപ്പെടുന്നു എന്ന് നാം ചിന്തിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. അനർത്ഥം കടന്നു വരുമ്പോൾ നാം ചിന്തിക്കുകയും അതിനനുസരിച്ച് നാം ക്രമീകരിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. കർത്താവിങ്കലേക്ക് നാം തിരിയുകയും കർത്താവിൻ്റെ ഹിതം അന്വേഷിക്കുകയും ചെയ്യണം. അനർത്ഥത്തിന് കാരണം എന്താണ്? ഒരുപക്ഷെ നാം മറ്റുള്ളവരോട് നിരപ്പ് പ്രാപിക്കേണ്ടുന്നതാണെങ്കിൽ അത് നാം ചെയ്യണം. അല്ല, നമ്മളുടെ പാപം നിമിത്തം സംഭവിക്കുന്നതാണെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നാം അനുതപിക്കണം. പശ്ചാത്താപത്തോടും മനോവിനയത്തോടും കൂടെ നാം ദൈവസന്നിധിയിൽ എത്തണം. 3, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നത് പിശാചാണെങ്കിൽ അതിനോട് പോരാടി അതിനെ നാം ജയിക്കുവാൻ ഇടയാകണം. മാത്രമല്ല, ഉപവസിച്ചും പ്രാർത്ഥിച്ചും അതിൻ്റെ മേൽ ജയം പ്രാപിക്കത്തക്കവണ്ണം കർത്താവിൻ്റെ ശക്തി നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും അനർത്ഥങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നിരാശപ്പെട്ട് പിറുപിറുത്ത് ദൈവത്തിങ്കൽ നിന്ന് അകന്നു പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവസന്നിധിയിൽ അനുതപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന് തൻ്റെ വിടുതലുകൾ നമ്മളുടെ മേൽ പകരുവാൻ ഇടവരുന്നത്. രേഖകൾ വിപരീതമായി എന്ന് കണ്ടപ്പോൾ ദാനിയേലും കൂടെയുള്ള തൻ്റെ സഹോദരന്മാരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. രേഖകളെ തിരുത്തി എഴുതത്തക്കവണ്ണം ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അതെ, മൊർദെഖായിയുടെ കാലത്തും രേഖകൾ വിപരീതമായപ്പോൾ എസ്തേറും മൊർദെഖായിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയായി. നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രതികൂലങ്ങളെ കണ്ട് നാം അതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയല്ല, ദൈവത്തോട് നിലവിളിക്കുകയാണ് നാം ചെയ്യേണ്ടുന്നത്. അപ്രകാരം അനർത്ഥകാലം വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഭയന്നോടേണ്ടതിനല്ല, അനർത്ഥത്തെ സന്തോഷത്തോടെ ഫേസ് ചെയ്ത് അതിൽ ജയാളികളായി തീരുക എന്നതാണ് ദൈവവചനം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ജയത്തിനു മേൽ ജയം നൽകി തരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് 84-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം, കണ്ണുനീർ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. കർത്താവ് നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കി തരുന്ന ദൈവമാണ്. യോഹന്നാൻ 16:20. അതെ, നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, നിരാശകളുണ്ട്, വേദനകളുണ്ട്, ആരും സഹായിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, നിൻ്റെ മുമ്പിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധിയെയും ശക്തിയോടെ ദൈവാത്മാവിൻ്റെ നിറവിൽ നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞില്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ അത്ഭുതമുള്ള വ്യക്തിയായി മാറും. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകുവാൻ തക്കവണ്ണം ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.